സാബുമോനും ശ്വേതയും അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നാളെ പോവുകയാണ്. ഇവര് രണ്ടുപേരും വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ശ്വേതമേനോനെ കാണുമ്പോൾ തന്നെ നല്ല പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇവര് രണ്ടുപേരും വളരെ പോസിറ്റീവായിട്ട് രസകരമായ രീതിയിൽ അതുപോലെ നല്ല സ്നേഹത്തിലൊക്കെ തന്നെയായിരുന്നു കണ്ടസ്റ്റൻസിനോടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. സാബുമോനാണെങ്കിലും കളിയാക്കിയ രീതിയിലെല്ലാം പറയുമെങ്കിലും അങ്ങനെ കണ്ടസ്റ്റൻസിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല ഒരു കാര്യങ്ങളും. അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടാനോ അങ്ങനെയൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിന് നല്ല രീതിയിൽ രണ്ടുപേരും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇവര് വന്നതുകൊണ്ട് തന്നെ 2 ദിവസം നല്ല കണ്ടന്റും ഉണ്ടായിരുന്നു. സാബുമോന്റെ കുറെ കളികളാണ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ശ്വേതാ മേനോൻ ആ റോബോട്ടിനോട് പറഞ്ഞതും എല്ലാം ആ ബിഗ് ബോസ് വീട്ടിലൊരു അനക്കം ഉണ്ടാക്കിയെന്ന് പറയാം. കുറച്ച് ദിവസമായിട്ട് ലൈവൊക്കെ ഭയങ്കര ശോകമായിട്ട് ഇരുന്ന സമയത്താണ് ഇവര് വന്നത് ചലഞ്ചേഴ്സ് ആയിട്ട്. അങ്ങനെ നല്ല പോസിറ്റീവായി വീട്. നാളെ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇവർ പോവുകയാണ്. പോണതിന് മുമ്പ് ബിഗ് ബോസ് അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഫോട്ടോ ഫ്രെയിം ഒക്കെ ശ്വേത നോക്കണതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം എല്ലാവരോടും ഒരു ഹഗ് വേണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് ഈ സീസൺ നിങ്ങൾ മാറ്റി പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും മധുരമൊക്കെ വായിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ശ്വേതാ മേനോനും സാബുമോനും പോകുന്നത്. പോകാൻ നേരത്തെ സാബുമോൻ പറയുന്നുണ്ട് അപ്പൊ ഇതുവരെ ഡയമണ്ട് ആർക്കും കിട്ടിയിട്ടില്ല, ഇവര് പോകുന്നവരെ ഡയമണ്ട് അപ്പൊ ആർക്കും കിട്ടിയിട്ടില്ല. സാബുമോൻ പറയുന്നുണ്ട് ഡയമണ്ടിന് ഞാൻ 2 ക്ലൂ തരാം. ഒന്ന് വെളിച്ചമില്ലാത്തൊരു സ്ഥലത്താണ്, നനവുള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡയമണ്ടിനെ ആര് കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നാളെ അറിയാം. എവിടെയാണ് വച്ചിട്ടുള്ളതെന്ന് നമ്മളെ ലൈവിൽ കാണിച്ചിട്ടൊന്നുമില്ല. എവിടെയായിരിക്കും ഡയമണ്ട് ഇരിക്കുക? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?